നമസ്കാരം, ഞാൻ ബൈജുവൻ നായർ. വേണു ഗോപാലകൃഷ്ണൻ്റെ ഈ ആഴ്ചയിലെ വാഹന വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെന്ന് പറഞ്ഞാൽ മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഞാൻ ആലോചിക്കായിരുന്നു ആഴ്ച വണ്ടി എടുക്കുന്നത് ഞാൻ അപമാനിക്കാനല്ലേ. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു ക്യാമറമാനെ സ്ഥിരമായിട്ട് വേണുവിൻ്റെ വീടിന് തൊട്ടടുത്തൊരു വീട് എടുത്തോണെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യുക. കാരണം എന്തായാലും എല്ലാ ആഴ്ചയിലും ഓരോ വാഹനം വാങ്ങിക്കും, അപ്പോഴെല്ലാം നമ്മൾ ചെയ്യാൻ വരികയും ചെയ്യും. അല്ലെങ്കിൽ വേറൊരു നല്ല കാര്യമുണ്ട്. കൊച്ചു പിള്ളേർ പറഞ്ഞാൽ ഇവിടെ എനിക്കൊരു വീട് ശരിയാക്കി തന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൊച്ചു സാറേ ഒന്ന് കേട്ടോണം, ഇവിടെ ഒരു വീട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടിയെല്ലാം നിരത്തിയിട്ട് ഇവിടെ തന്നെ ജീവിക്കാൻ സാധിക്കും. എന്തായാലും പുതിയ 2 കക്ഷികൾ വന്നിരിക്കുന്നു. അതിൽ ഇദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയ തരംഗമാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ റോൾസ് റോയ്സിൻ്റെ ബ്ലാക്ക് ബാഡ് സീരീസ് 2 ആണ് ഈ വന്നിരിക്കുന്നത്. അത് മോശക്കാരനല്ല, പക്ഷേ അദ്ദേഹം നമ്മൾ വീണ്ടും കണ്ടിട്ടുള്ളതാണ് അവിടെയൊക്കെ എന്ന് പറയും. അത് ബെൻസിൻ്റെ G63 AMG ആണ്. G-Wagon എന്ന് പറയുന്നത് എൻ്റെയൊക്കെ ഞാൻ ഇത്രയും കാലം ഇപ്പം വേണുവിൻ്റെ വീട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വന്ന എല്ലാ വാഹനങ്ങളും കണ്ടു, ലംബോർഗിനി എല്ലാം കണ്ടെങ്കിലും എനിക്ക് വേണുവിനോട് അസൂയ തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് അസൂയ തോന്നി. ഇപ്പോൾ രാവിലെ ഞങ്ങൾ വേണുവിൻ്റെ വീട്ടിൽ നിന്ന് പോരാൻ നേരത്ത് ഏത് വാഹനം ഓടിക്കണമെന്ന് ഞാൻ പറഞ്ഞു, അത് മതി നിങ്ങളിത് ഓടിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാണ് ഓടിച്ചു വന്നത്. പക്ഷേ എൻ്റെ മനസ്സ് G63 AMGയിലായിരുന്നു. എനിക്ക് ഓടിക്കാനല്ലേ തരുള്ളൂ, തന്നുകൂടുവൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും കൺഗ്രാറ്റ്സ് അഗൈൻ. 2 ഗംഭീര സംഭവങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ടും ടോട്ടലി ഡിഫറെൻറ്റ് ലീഗാണ് അല്ലേ. ഇത് എന്താണ് ആഡംബരത്തിൻ്റെ അവസാനമൊക്കെ. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ ലാംഗ്വേജ് ഓട്ടോമൊബൈൽ മാഗസിൻ ഞാനാണ് തുടങ്ങിയത്, ടോപ്പ് ഗിയർ എന്നുള്ള പേരിൽ 2004. അതിൻ്റെ ഫസ്റ്റ് ഇഷ്യൂവിൽ നമ്മൾ റോൾസ് റോയ്സ് ഫീച്ചർ ചെയ്തു. അതിന് ഞാൻ കൊടുത്ത ഹെഡിങ് ആയിരുന്നു ആഡംബരത്തിൻ്റെ അവസാന വാക്കെന്ന്. ഇപ്പോഴും അത് തുടരുകയാണ് അല്ലേ. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഒരു ലക്ഷറിയുടെ ഒരു അൾട്ടിമേറ്റ് അല്ലേ. ഇതാണെങ്കിൽ എന്താണ് പവറിൻ്റെ ഒരു അൾട്ടിമേറ്റും അഡ്വഞ്ചറിൻ്റെ ഒരു അൾട്ടിമേറ്റ്. അതെ. അപ്പോൾ എന്താണ് ഇതിലിപ്പം ഈ പെട്ടെന്ന് രാവിലെ ഇറങ്ങി ഏത് എടുക്കും? ഇതെടുക്കല്ലേ. ആ പാടെ ഒരാളേ ഉള്ളൂ, എല്ലാം കൂടി എടുക്കാൻ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഏറ്റവും ആകർഷിച്ചത്? ഇതിലേക്ക് വരാം നമുക്ക് ആദ്യം. ഈ ബ്ലാക്ക് ബാഡ്സ് അല്ലേ, എന്താണ് ഈ ബ്ലാക്ക് ബാഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിൻ്റെ പ്രത്യേകത? ഒന്ന് ബ്ലാക്ക് ബാഡ്ജിൻ്റെ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഹൈ എൻഡ് എഡിഷൻ ആ ഒരു മോഡലിലെ ബ്ലാക്ക് ബാഡ് ഗോസ്റ്റ് സീരീസ് എന്ന് പറയുന്ന ഗോസ്റ്റിൻ്റെ ആ സീരീസിൽ റെഗുലർ ഗോസ്റ്റും ഉണ്ട്, പിന്നെ ബ്ലാക്ക് ബാഡ്ജും ഉണ്ട്. അപ്പോൾ ബ്ലാക്ക് ബാഡ്ജ് എന്ന് പറയുമ്പോൾ അവരുടെ കുറേ ഫിറ്റിങ്സ് ഒക്കെ യുണീക്കാണ്. ഈ വീൽ ഇത് വേറെ ഒരു വണ്ടിയിലും കിട്ടത്തില്ല. ഇത് മറ്റേ സാധാരണ ഗോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കോൺഫിഗർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലുള്ള ആ ക്രോം ഫിനിഷ് ആ ബ്ലാക്ക് ഫിനിഷുകളെല്ലാം ഇതിനെ കിട്ടത്തുള്ളൂ, മറ്റേതിന് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് ബ്ലാക്കിലേ ഉള്ളൂ ഈ വണ്ടി. ബ്ലാക്ക് ബാഡ്ജിൽ മാത്രമേ ഇങ്ങനത്തെ ഉള്ളൂ. ഇപ്പം ആ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി ഒക്കെ ബ്ലാക്കിലാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിനകത്തുള്ള ഇതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ്സ് ആണ്. പിന്നെ രണ്ടാമത് എനിക്ക് ഫാൻഡം വേണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹങ്കാരം പറഞ്ഞല്ല, പക്ഷേ റോൾസ് റോയ്സ് എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ് അതാണ്. പക്ഷേ അത് ഇത്രയും വലിയ വണ്ടിയൊന്നും എനിക്കൊന്ന് ബസ് ഓടിച്ചു നടക്കുന്ന പോലെ ആയിരിക്കും അത് ഓടിച്ചു നടക്കുന്നത്. അതെന്തായാലും അപ്പോൾ എനിക്ക് ഓടിക്കണം വണ്ടി. അപ്പം ഈ സാധനം വേണം തന്നെ. അപ്പം പിന്നെ ഇതിനകത്തുള്ളത് കളിനും ഇതുമാണ്. കളിനൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അത് മോശം എന്നല്ല പറഞ്ഞു. റോൾസ് റോയ്സ് കാറാണ്. അപ്പോൾ എനിക്ക് കാറ് വേണം. അപ്പോൾ എൻ്റെ പുത്രനോട് പറഞ്ഞു അപ്പോൾ ഈ ആ സമയത്ത് ഇതിൻ്റെ കളർ ചൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് കളറാക്കിയാലോ എന്ന് ആലോചിച്ചു. അതുകൊണ്ട് തോന്നി അപ്പം ഒന്നാലോചിച്ച് നോക്കാം. മൂന്നാറിലെ വളഞ്ഞ റോഡിൽ കൂടെ ഒരു ഇരുട്ടത്ത് ഇങ്ങനെ ഫ്രെയിമിൽ ഇങ്ങനെ പതുക്കെ സ്ലോ മോഷനിൽ കണ്ട് ബ്ലാക്ക് ഇങ്ങനെ വരുമ്പോൾ അതല്ലേ അപ്പോൾ ഞാൻ തീരുമാനിച്ചു ബ്ലാക്ക് അത് തന്നെ മതി. അയ്യോ അവനൊരു രക്ഷയില്ല കേട്ടോ. അവനാണ് ഇതിൻ്റെ മെയിനായിട്ട് കളർ ചൂസ് ചെയ്യുന്നതിനകത്തൊരു മെയിൻ ഒറ്റ നോട്ടത്തിൽ പറയും ഈ കളർ ഉള്ളതല്ലോ. അപ്പോൾ ഞാൻ ഇനി ഇവൻ അറിഞ്ഞോണ്ടാണോ അറിയാതെയാണോ എന്ന് ഡൗട്ടായി പോകും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനൊരു ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ഒക്കെ തന്നെയാണ് ഈ ഒരു റോൾസിൻ്റെ കാര്യത്തിൽ. വൈറ്റ് പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇത് വെച്ച് കോൺഫിഗർ ചെയ്തു. ഇതിപ്പോൾ എത്ര രൂപയായി ഓൺ റോഡ്? ഇതെല്ലാം കൂടെ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്ച്വൽ വില എന്നോട് അവർ പറഞ്ഞ് 16 പറയുള്ളൂ. പക്ഷേ എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. 16 ആകും ഏകദേശം. അത് ബേസിക്കലി എക്സ്ചേഞ്ച് ഇതിൽ വ്യത്യാസം വന്നു, അങ്ങനെ എനിക്ക് കുറച്ച് നഷ്ടമാണ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. എല്ലാം ഫുൾ സാധനം നമ്മൾ ആ സമയത്ത് കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് അവർ പറയും ഒരു ലാസ്റ്റ് ഡേറ്റിനകത്ത് എല്ലാം കോൺഫിഗർ ചെയ്യുന്ന വണ്ടി അവർ പറയുമല്ലോ. അപ്പോൾ അതിൽ എല്ലാം നോക്കി. അപ്പോൾ ഇതിൻ്റെ കോളിൻ എന്ന് പറഞ്ഞൊരു നല്ലൊരു മനുഷ്യനുണ്ട്, കക്ഷിയാണ് ഇതിൻ്റെ സെയിൽസ് കൂടെ നടന്നത്. പക്ഷേ എന്നോട് പറഞ്ഞ് എൻ്റെ പൊന്നു വേണം ഇതുപോലെ ഒരാൾ ഒരു ഗോസ്റ്റ് വന്ന് ഇതുപോലെ ഇരുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഞാൻ കുറേ സമയം എടുത്തത് കസ്റ്റമൈസ് ചെയ്യാനായിട്ട്. അറിയത്തില്ലല്ലോ ഇതിനകത്ത് എന്താ എങ്ങനെയാണെന്നൊക്കെയുള്ള. ഈ കളറും ഇപ്പം ഈ എന്നോട് കളർ ഏതാണെന്ന് ചോദിക്കരുത്. ഞാനിപ്പം മെഗല്ലോ റെഡ് എന്നാണ് തോന്നുന്നു എൻ്റെ പേര്. അപ്പോൾ ഇതിന് വേറൊരു റെഡ് ഉണ്ട്. അപ്പോൾ ഇത് ഏത് റെഡ് വേണം? അപ്പം ഈ ഗ്ലാസ്സിൽ കൂടെ നമ്മളിങ്ങനെ നോക്കുമ്പം തെറിച്ച് നിൽക്കരുതല്ലോ, പക്ഷേ അറ്റ് ദ സെയിം ടൈം കാണും വേണം. അപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ. പിന്നെ ഞാൻ കക്ഷിയെ കൊണ്ട് കോളിനെ കൊണ്ട് ആ കളറെല്ലാം വരുത്തിച്ച് വീട്ടിൽ കൊണ്ട്
ഈ പെയിന്റ് ഞാൻ വരുത്തിച്ചു വീട്ടിൽ. റെഡ് 2 മെറ്റൽ പ്ലേറ്റിൽ പെയിന്റ് ചെയ്ത് സാമ്പിൾ കിട്ടുമായിരുന്നു. അതൊക്കെ വെച്ച് വെയിലത്തൊക്കെ വെച്ച് കുറേ നേരം നോക്കിയിട്ടൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തു. എനിക്ക് ഓർമ്മ വന്നു, മറ്റേ ഡിഫൻഡർ വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജോജു ഉണ്ടല്ലോ, ജോജുവിന്റെ വീട്ടിൽ 2 ദിവസം എക്സിക്യൂട്ടീവിനെ താമസിപ്പിച്ചാണ് എന്ന് ജോജു പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ലൈഫ് സംഭവം. പിന്നെ ഇത് ബ്ലാക്ക് ബാഡ്ജ് മേടിക്കാൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറഞ്ഞ പോലെ ഫാൻറ്റം മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്തൊരു യൂണീക്കായിട്ട് നിൽക്കുന്ന ഒരെണ്ണം വേണം. പ്ലസ് ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ഡ്രൈവ് ചെയ്യണം. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഈ ഗോസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം കൺഫേംഡ് ആയത്. ഈ മറ്റേ ഇതുവരെ കണ്ട കളക്ഷനിലൊന്നും തന്നെ ഒരു കൺവേർട്ടബിൾ ഇല്ല. വേണമെങ്കിൽ പോലും കൺവേർട്ടബിൾ വാങ്ങിക്കാം. ആക്ച്വലി പറഞ്ഞാൽ ഞാൻ ആദ്യം ഈ പോഷ കഴിഞ്ഞിട്ട് എനിക്ക് സ്പോർട്സ് കാറിനോട് കമ്പം തോന്നി കഴിഞ്ഞിട്ട് ഹൈദരാബാദിൽ നിന്ന് ഒരു പ്രാവശ്യം ബെൻറ്റ്ലിയുടെ കൺവേർട്ടബിൾ ഒരു GT വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അവർ ഇവിടെ വന്നപ്പോൾ ചുമ്മാ വിളിച്ചു. അത് കണ്ടപ്പോൾ എനിക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ കുറച്ച് എക്സ്പ്ലോർ ചെയ്തപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് കേടാവും. പിന്നെ ആ കൺവേർട്ടബിൾ സാധനം പിന്നെ ഇത് കേരളത്തിൽ എവിടെ തുറന്നു വെച്ച് ഓടിക്കാൻ തിരിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാവത്തില്ല. നമുക്ക് പറഞ്ഞ ആഫ്രിക്കയിൽ നിന്ന് വന്ന പോലെ ഇരിക്കും. ഒന്നാമത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുന്നത്. അതെനിക്ക് നമ്മുടെ C4 ഇതുപോലെ ഒരു തവണ ഒന്ന് സ്റ്റക്കായി റൂഫ്. ആ സമയത്ത് ഞാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഒന്ന് നോക്കാം, എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപകളാകും ഇതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞു. ഞാൻ ഇത് അടഞ്ഞു കിടന്നാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, അടച്ചു അത് എപ്പോഴും പേടിയാണ്. അതൊരു എനിക്കറിയാം, പക്ഷെ എനിക്ക് ഇഷ്ടം ബൈക്കിൽ പോകുന്ന പോലെയാണല്ലോ. അതെ ശരി, വെളുപ്പിനൊക്കെ പോയ രസം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് പെട്ടെന്ന് വരാം. ഇത് G63 AMG എന്ന് പറയുന്നത് ഇപ്പം ഇത് 585 bhp 4 ലിറ്റർ ബൈ ടർബോ അല്ലേ, ഒരു അൾട്ടിമേറ്റ് സാധനമാണ്. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു രസമുള്ള സംഭവം, നമ്മൾ പാലാരോട്ടം പാലമില്ലേ, പാലം പൊളിയുന്ന ഒരവസ്ഥ വന്നല്ലോ. ആ സമയത്ത് കുറച്ച് നേരം ക്ലോസ് ചെയ്തിട്ടു. അന്ന് നമ്മൾ ഇത് G63 AMGയുടെ ഒരു ഷൂട്ട് ചെയ്യായിരുന്നു. ഞാൻ നേരെ പാലത്തിന് മുകളിൽ വണ്ടി കയറ്റിയിട്ട് പറഞ്ഞു, നമ്മൾ കുഴപ്പമൊന്നുമില്ല. അല്ല അങ്ങനല്ല, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏത് നിമിഷവും പൊളിയാവുന്ന പാലാരോട്ടം പാലത്തിൽ ഒരിക്കലും പൊളിയാത്ത ബ്രാൻഡ് ഇമേജ് ഉള്ളൊരു വാഹനമായിട്ടാണ്. അന്ന് തന്നെ അത് മുഴുവൻ ക്ലോസ് ചെയ്തു, വണ്ടി കയറ്റ. അതായിരുന്നു നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. എന്താണ് ഈ വണ്ടിയുടെ പ്രത്യേകതയായിട്ട് കണ്ട കാര്യം? ഈ 2-3 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ച കാലം ഈ അംബാസഡറും മറ്റേ നമ്മുടെ ഇൻ്റർനാഷണൽ ജീപ്പിലും ഒക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ചിലപ്പോൾ, അതുകൊണ്ട് മിക്കവാറും സമയങ്ങളൊക്കെ അവിടെയാണ്. ഇപ്പം ജീപ്പിനോട് എനിക്ക് ഭയങ്കര കമ്പമാണ്. അപ്പം ജീപ്പിനകത്ത് ഇത് പിന്നെ പറയണ്ടല്ലോ, ഇതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ചെറുതായിരുന്നു. ഇപ്പോഴും എൻ്റെ മെയിലിൽ അത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു സിൽവർ ഒരു വണ്ടി ഒരു ക്വാറിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന ബ്യൂട്ടിഫുൾ ആഡ്. അന്ന് എൻ്റെ മനസ്സിൽ എഴുതിയിട്ട് ഇത് മേടിക്കാം, എന്തെങ്കിലും കാശുണ്ടാവും മേടിക്കണോ. അതൊക്കെ കഴിഞ്ഞ് US പോയിട്ട് ഈ വണ്ടി വാങ്ങിക്കാൻ വേണ്ടി ഫസ്റ്റ് വണ്ടി ഇത് എടുക്കാൻ വേണ്ടി ബുക്ക് ചെയ്തൊക്കെ ചെന്നപ്പോൾ അവിടെ പിന്നെ കുറച്ച് തർക്കമൊക്കെ ഉണ്ടായി. അവർ നമ്മുടെ EMI വ്യത്യാസമൊക്കെ വരുത്തി തരണം. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോയിരുന്നു. പക്ഷേ അതിന് തൊട്ട് മുമ്പ് അവരെനിക്ക് വണ്ടി കുറേ നേരം ഓടിക്കാൻ തന്നു. ഇപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിൽ ഇങ്ങനെയുള്ള റോഡ്സ് ഉണ്ടല്ലോ, ക്രൂക്കൻ സ്ട്രീറ്റൊക്കെ, ഞാൻ അവിടെയൊക്കെ ഓടിച്ച് എൻ്റെ കാലൊക്കെ വേദന എടുക്കുകയാണെങ്കിൽ ഭയങ്കര മോശം വണ്ടിയായിട്ട് ഞാൻ ഇറങ്ങി വന്നിട്ട് ഇത് മേടിക്കണോ വേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ പ്രശ്നമൊക്കെ സംഭവിച്ചത്. MG ആയിരുന്നു പഴയ മോഡൽ, 2016-17 2016-17 സമയത്ത്. എൻ്റെ ആ ആഗ്രഹം ഞാനങ്ങ് ഒഴിവാക്കി. കാരണം ഈ ബെഞ്ചിലൊക്കെ കയറി ഇരുന്ന് ഓടിക്കുന്ന പോലെ ഇത് ഈ പൈസ കൊടുത്ത് കടിക്കുന്ന ഒട്ടി മേടിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതുപോലെ എനിക്ക് തോന്നിയത്, ആക്ച്വലി അതുപോലെ തോന്നി. അങ്ങനെ ഞാനതങ്ങ് ഉപേക്ഷിച്ചു. എന്നിട്ട് അന്ന് GL63 മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ബീസ്റ്റായിരുന്നു. പക്ഷേ ഈ സാധനം മനസ്സിൽ കിടപ്പുണ്ടല്ലോ. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ മറ്റേ നമ്മുടെ റൂബിക്കോൺ അത് ഞാൻ 2 ദിവസം ടെസ്റ്റ് ഡ്രൈവ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് തോന്നിയ ഇറ്റ്സ് നോട്ട് വാല്യൂ ഫോർ മണി എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല, പക്ഷേ എന്നിരുന്നില്ല എനിക്കങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ അത് ഉപേക്ഷിച്ച് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മോഡൽ മാറ്റി അവർ, കുറച്ച് വൈറ്റ് ബോഡി ആക്കി, സസ്പെൻഷൻ മാറ്റി എന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നി മിക്കവാറും നല്ലതായിരിക്കും. അപ്പോൾ കുറേ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാത്തത്. അപ്പം എന്തായാലും ഇപ്പോൾ വണ്ടി പ്രാന്തായി, കുറച്ച് കളക്റ്റബിൾ വണ്ടികൾ മേടിക്കുന്നു. അപ്പം ഇതില്ലാത്തൊരു ഗരാജ് ശരിയല്ലല്ലോ. പക്ഷെ ഇപ്പം ഐ എം ജസ്റ്റ് ലവിങ് ഇറ്റ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ സസ്പെൻഷൻ. ആ ഗ്രണ്ട്ലിംഗ് ഒക്കെ കുറഞ്ഞു. അപ്പോൾ സൗണ്ടൊക്കെ പണ്ടത്തെ പുറത്തൊന്നുമില്ല, എമിഷൻ നോംസും അത് കുറഞ്ഞു. പക്ഷെ എന്നിരുന്നാൽ പോലും യു ഫീൽ ദ ഇത് ഓടിക്കുമ്പോൾ നമുക്ക് അറിയാം, വ്യത്യാസം അറിയാം. എവറിത്തിങ് ഇസ് ഡിഫറെൻറ്റ്. കയറി ഇരിക്കാൻ തന്നെ ഒരു ഏണി വേണം. രണ്ടാമത് അതിൽ നിന്നുള്ള ആ ഫീലിംഗ് മുതൽ ആ വണ്ടിയുടെ പവർ ഡെലിവറി ചെയ്യുന്ന രീതിയും സ്റ്റിയറിംഗ് ഹാൻഡ്ലിങ്ങും പിന്നെ ഒരു സെക്യൂരിറ്റി ഫീൽ ഉണ്ടല്ലോ. നീ ഇടിച്ചാലല്ലോ അടിയിലല്ലേ ഇടിക്കത്തുള്ളൂ, മേളിലോട്ടൊന്നും ഇടിക്കത്തില്ല. എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഏറ്റവും മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാഹനമാണ്. കാരണം വെച്ചാൽ ഷെയ്ഖ് മുഹമ്മദ് ദുബായ് ഷെയ്ഖ് ഓടിക്കുന്ന ഇതായതുകൊണ്ട് തന്നെ മലയാളികളെല്ലാം അതിന് ആ ഒരു സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ആരും കൂടെ ഒന്നും ഇല്ലാതെ എന്താണ് അംഗരക്ഷകരൊന്നും ഇല്ലാതെ ഓടിച്ചു പോകുന്നൊരു സ്ഥാനമാണല്ലോ അല്ലേ. ഇപ്പോൾ ഇതും കസ്റ്റമൈസ് ചെയ്തോ? ഇത് ഫുള്ളി ലോഡഡ് ഒരു വണ്ടിയായി. ഇതിനകത്ത് എനിക്കൊന്നും ലോഡ് ചെയ്യാനില്ലാന്ന് തോന്നുന്നു. എനിക്ക് ആക്ച്വലി വേണ്ട ഒരു റൂഫ് റെയിൽ വേണമായിരുന്നു. അത് പക്ഷേ ഇന്ത്യയിൽ വേർഷനിൽ കിട്ടുന്നില്ല. ഇവർക്ക് 2 മോഡലുണ്ട്. ഒന്ന് ഈ മോഡലും, ഇതൊരു ട്രാക്ക് മോഡൽ. ഇത് വേറെന്തൊരു പേര് പറയും,
ഇത് ബേസിക്കലി സ്പീഡിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ റിയൽ ഓഫ് റോഡിന് വേണ്ടിയിട്ട് ഓഫ് റോഡ് പാക്കേജ് ഉള്ള വേറൊരു വണ്ടിയുണ്ട്. ഇതിന് ഫുൾ ഓഫ് റോഡ് പാക്കേജ് ഉണ്ട്, പക്ഷേ അത് ഓഫ് റോഡ് സെൻട്രിക് ആവണ്ട. ആ വണ്ടി ഇല്ല, ഇന്ത്യയിലേക്കില്ല. ഞാൻ അത് കോൺഫിഗർ ചെയ്യാൻ ഇരിക്കുകയായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. ശരി. ഇതും അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വരുന്നത് തന്നെയാണ് പൂർണ്ണമായിട്ടും അല്ലേ? CPU ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് മാറ്റ് ഫിനിഷ് ആകാമെന്ന് വിചാരിച്ചത്? ഇതും മറ്റേ യുവാവിൻ്റെ കളറാണോ മോഹൻ്റെ? ഇതിനകത്ത് അധികം അവന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല. അവൻ വേറെ ഏതൊരു കളറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് 2-3 വണ്ടിയായപ്പോൾ എല്ലാം കൺഫ്യൂഷൻ ആയി, എവിടെ ഏത് കളർ. ഇത് ഞാൻ നോക്കിയപ്പോൾ ഇതിന് കുറേ നല്ല കളറുകൾ വേറെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നി ഇതിന്റെ ആ റെഗഡ്നെസ്സും ആ ഒരു മാൻലി ഫീലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നി മാറ്റ് ഫിനിഷും ഈ ഒരു കളറും നല്ലതാണ് എനിക്ക് തോന്നുന്നു. അങ്ങനെ പിന്നെ ഇത് അവരുടെ ലോഞ്ച് കളറായി ഈ വർഷത്തെ. പക്ഷെ ഇത് ആൾക്കാരും ഇത് എടുക്കത്തില്ല, കാരണം ഇത് കാണുമ്പോൾ പെട്ടെന്ന് തോന്നുന്നു ഒരു എക്സൈറ്റ്മെന്റും ഇല്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത് വേറെ ഫീലാണ്. തന്നെ ഇതിൻ്റെയൊക്കെ റീലുകളൊക്കെ കണ്ടപ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ ഇരുന്നത്, കുഴപ്പമില്ല. അപ്പോൾ ഇത് രണ്ടിനും ഡെലിവറി എന്ന് പറഞ്ഞൊരു വലിയ സംഭവമായിട്ടാണ് കമ്പനികൾ നടത്തിയത് അല്ലേ? അതെ. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വലിയ, എനിക്ക് തോന്നുന്നു വേണുവിൻ്റെ ഏത് വണ്ടി എടുക്കുന്ന ആൾക്കാർ നോക്കിയിരിക്കുന്നതുകൊണ്ട് അതൊന്ന് റീലൊക്കെ വന്ന് ഹിറ്റാകുമെന്ന് വിചാരിച്ചു തന്നെ ആയിരിക്കും അല്ലേ? എനിക്കറിയത്തില്ല, അത് അവർ പറയുന്നതായിരിക്കും നല്ലത്. ഇതിലെത്ര പേര് പങ്കെടുത്തു ഇതിൻ്റെ ഡെലിവറിക്ക്? അതിന് എനിക്ക് വിളിക്കാൻ അധികാരം, ഇത് റോൾസ് റോയ്സ് തന്നെയായിരുന്നു. ഇത് ബെൻസും അവർ രണ്ടുപേരും അവർ തന്നെ നടത്തിയത്. ഞാൻ എനിക്കൊന്ന് എൻ്റെ സൈഡിൽ നിന്ന് 25-30 പേര് ഉണ്ടായിരുന്നു. അത്രയും പേര്. പിന്നെ റോൾസ് റോയ്സും 2-3 പേരൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യത്തിലോ? ഇത് ഏകദേശം അത് തന്നെ. ഇത് എത്ര രൂപയുണ്ടോ? ഇത് 560. ഇത് കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കുന്ന ആളാന്ന് തോന്നുന്നു കേട്ടോ. കൃത്യമായ വിലയൊക്കെ പറയും, പേടിക്കാതെ. എനിക്ക് വേറെ ബിസിനസ് ഒന്നും ഇല്ലല്ലോ, ആകെ എക്സ്പോർട്ട് മാത്രമേ ഉള്ളൂ. 560 അല്ലേ? ശരിക്കും എന്ത് വില കൂടിയല്ലേ പണ്ടൊക്കെ? ഇത് ഇതിന്റെ ആക്ച്വൽ വില എന്ന് പറഞ്ഞാൽ 2 കോടി കണ്ടേ ഉള്ളൂ. അതാണ് ഈ പറഞ്ഞു വന്ന് നിൽക്കുന്നത്, ഈ ടാക്സും കസ്റ്റമൈസേഷനും എല്ലാം കൂടി വന്നിട്ട്. അപ്പോൾ ഇത് രണ്ടും എടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ഓടിച്ച് പോയോ കാര്യമായിട്ട്? ഇത് അല്ല, കാര്യമായിട്ടില്ല. കാരണം നല്ല ഇടുക്കിയിൽ പോയാൽ കൊള്ളാമെന്നായിരുന്നു. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഒരു DF ഉണ്ട്, ഇടുക്കി DF, നമ്മുടെ ജയചന്ദ്രൻ, നമ്മുടെ ഒരു ഫ്രണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് കാട്ടി കയറ്റാലോ. അപ്പോൾ അവിടെ ആണെങ്കിൽ 4-5 ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നല്ല മഴയാണ്. എങ്ങാനും വല്ല ഉരുൾപൊട്ടി അതിൻ്റെ അടിയിൽ പോകണ്ടെന്ന് വെച്ചിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, എന്തോ ഗ്രേറ്റർ ദാൻ ടൈം എന്നോ ടഫർ ദാൻ ടൈം എന്തോ ആണ് ഇതിൻ്റെ ടാഗ് ലൈൻ വരുന്നത്. നമ്മളതിനകത്ത് തന്നെ ഇരുന്ന് ചാവേണ്ടി വരും. ഇതൊന്നിനും പറ്റത്തുമില്ല, അല്ലെ മറ്റേത് പെട്ടെന്ന് ചത്തു പോയാണ്. ഇത് അതുമില്ല, ശ്വാസം മുട്ടി ചാവേണ്ടി വരും. സത്യം. എങ്കിലും ഇതാ കൂടുതൽ ഓടിക്കാൻ തോന്നുന്നു. ഇന്നലെ പോകുന്നുണ്ടു നമ്മുടെ മറ്റേത് ഞാൻ എടുത്ത് ഗാരാജിൽ കൊണ്ടിട്ടേക്കുന്ന കാരണം പോയി എടുക്കാനുള്ള ഒരു മടി കാരണം. അപ്പോൾ വീടിന്റെ പണി ഉടൻ വരെ നമുക്ക് നല്ലോണം നിരത്തിയിടുന്ന ഒരു സംവിധാനം. ബേസ്മെന്റ് കാർ പാർക്കിന്റെ പരിപാടി കഴിഞ്ഞു. പക്ഷെ എന്നിരുന്നാലും അങ്ങനെ കൊണ്ടിടാനും പറ്റത്തില്ലല്ലോ. ഞാൻ ലിഫ്റ്റ് വരണം, പിന്നെ എയർ സർക്കുലേഷനൊക്കെ ക്ലിയർ ആവാതെ. അപ്പം എനിക്ക് തോന്നുന്നു അടുത്തൊരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി സമയങ്ങളിൽ വരെ ഇത് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. ഇതിനൊരു ശ്വാസം വീഴും, എനിക്കൊരു ശ്വാസം വീഴും. അപ്പോൾ ഇനി എന്താ അടുത്ത ആഴ്ച ഏതാ വണ്ടി? ശ്യാമ അടുത്ത ആഴ്ച ഒരു ദിവസം ബ്ലോക്ക് ചെയ്തോട്ടോ. ഇല്ല, അടുത്ത ആഴ്ച ഒന്നുമില്ല. ഞാനൊരു ബൈക്ക് എടുക്കുന്നുണ്ട് ഈ ആഴ്ച, നാളെ. അതേതാ? അത് 1300 GS 1300 cc. യെസ്. അപ്പോൾ ഇപ്പം നമ്മൾ അന്ന് ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യമാണ്. നമ്മുടെ ആ വീഡിയോയുടെ താഴെ ആൾക്കാർ കമൻറ്റ് ചെയ്തു, ചേട്ടാ എന്താ ബൈക്കുകളെ പറ്റി ചോദിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തില്ല. അല്ല, ഞാൻ കണ്ടിട്ടുണ്ട് BMൻ്റെ ഏതോ ഒരു ഡെലിവറി എടുക്കുന്ന ഞാൻ കണ്ടു, പക്ഷേ എങ്കിലും മനസ്സിലേക്ക് വന്നില്ല. അതിനാൽ വീട്ടിൽ വരുമ്പോൾ അതൊന്നും അവിടെ ഇരിക്കുന്ന കണ്ടുമില്ല, അതുകൊണ്ടായിരിക്കും ഞാൻ ഓർത്തില്ല. ഏതൊക്കെയാണ് ബൈക്ക് ഇപ്പോൾ ഉള്ളത്? എൻ്റെ 3 ബൈക്കാന്ന് തോന്നുന്നു. ഒരു ഇലക്ട്രിക് ബൈക്ക് ഒരെണ്ണം ഉണ്ട് കേട്ടോ. അത് ഞാൻ ഡിസ്പ്ലേക്ക് മേടിച്ച് റൂമിൽ, അല്ല നമ്മുടെ ഓഫീസിനകത്ത് വെക്കാൻ വേണ്ടി മേടിച്ചത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് മിണ്ടതില്ല. അത് C2 ആ ചെറിയ സാധനം. BMൻ്റെ തന്നെ. ശരി, അത് അകത്ത് വെച്ചിരിക്കുന്നത്. അതവിടെ നമ്മുടെ പാർക്കിങ്ങിന് പുറകിൽ ഇങ്ങനെ പൊതിഞ്ഞ് മൂടിയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ നമ്പർ എടുക്കാൻ തന്നെ മറന്നുപോയി. ഇങ്ങനൊരു സാധനം മേടിച്ച കാര്യം മറന്നു. അത് പക്ഷെ നല്ല രസമുള്ള, കാണാനൊക്കെ നല്ല രസമുള്ള, കാണാൻ ഭയങ്കര രസമാണ്. അതിന്റെ ഡിസൈൻ അടിപൊളി, നല്ല രസമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വണ്ടി അതായത് നമ്മുടെ ആയിരിക്കും. എനിക്കൊന്ന് കേരളത്തിലൊന്നും അധികം അത് കണ്ടിട്ടേ ഇല്ല. ഇവിടെ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന BMW ബൈക്കാണ്. നല്ല അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള വണ്ടി. അതിൻ്റെ C4 ഉണ്ട്. അത് കാണാൻ മറ്റേ ആ വലിയ സാധനം. ബൈക്ക് എനിക്ക് ഒരു 1250 ഉണ്ടൊരെണ്ണം അഡ്വഞ്ചർ. അതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്. ഞാൻ തിരിച്ച് ബൈക്കിങ്ങിലോട്ട് വരാനുള്ള മെയിൻ കാര്യം ആ ബൈക്ക്. അതുകൊണ്ട് ലഡാക്കും അവിടെ ഇവിടെയൊക്കെ പോയിട്ടുള്ള സാധനം. പിന്നെ ഒരു ക്രൂസർ ബൈക്ക് ഉണ്ട്, ഒരു 1800 cc. അത് ഇറ്റ്സ് മോർ ദാൻ എ ബൈക്ക്, ഇറ്റ് ഇസ് എ പീസ് ഓഫ് ആർട്ട്. എന്താ അത് കാണണം, ഒരു അഴകാണ് അത് ചെയ്തിരിക്കുന്നത്. അവരുടെ ബോക്സർ എഞ്ചിനും എല്ലാം കൂടെ വരുമ്പോൾ അതും ഞാൻ ഫുൾ സൗത്ത് ഇന്ത്യ ഓടിച്ചു പോയിട്ടുണ്ട്. അത് ഇച്ചിരി കഷ്ടപ്പാടാണ് കേട്ടോ. ഈ റോഡൊക്കെ ഇങ്ങനെ ഇച്ചിരി താറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിച്ചു പോവുക വണ്ടി, നേരെ നിൽക്കത്തില്ല. 500 ചില കിലോ, 500 കിലോ അല്ല 400 സംതിങ്, 500 കിലോ ഉണ്ട്. ഒന്നാലോചിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ പക്ഷെ അത് ബ്യൂട്ടിഫുൾ മെഷീൻ. അത് ഓടിച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെടും.
അത് പിന്നെ ഒരു BMW M സീരീസിൻ്റെ ബൈക്കുണ്ട്, M1000 XR എന്ന് പറഞ്ഞിട്ട്. S1000 XR, M1000 SR അങ്ങനെ പറഞ്ഞിട്ട് ഒരു സ്പോർട്സ് ബൈക്ക് ഉണ്ട്. പക്ഷേ എനിക്ക് സ്പോർട്സ് ബൈക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇത് അഡ്വഞ്ചർ ആകുമ്പോൾ കുറച്ചുകൂടെ. അപ്പോൾ അങ്ങനെ ഒരു 3-4 ബൈക്കുണ്ട്. ഇതുകൂടെ വരുമ്പോൾ നാളത്തെ കൂടെ വരുമ്പോൾ 4 ബൈക്കാവും. അപ്പോൾ ഇതിലിപ്പോൾ ഈ പറഞ്ഞ ലഡാക്ക് വരെയൊക്കെ ഓടിച്ചു പോയി. അത് ഭയങ്കര രസമാണ്. എനിക്ക് ബൈക്ക് ഓടിക്കാൻ വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓടിക്കുമ്പോഴൊക്കെ ഇടി കിട്ടിയിട്ടുണ്ട് പണ്ട് ചെറുതായിരുന്നു. ഷോഗണായിരുന്നു എൻ്റെ ആദ്യത്തെ വണ്ടി. ആദ്യത്തെ വണ്ടിയല്ല, ഞാൻ ഇച്ചിരി പ്രായം മീൻസ് പക്വതയല്ല, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മേടിച്ചൊരു ബൈക്കായിരുന്നു. അതിപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വേറൊരു CBC മേടിക്കാനായിട്ട് ഇറങ്ങി. അന്ന് CBC എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വീട്ടിൽ അച്ഛൻ പൈസ തരത്തില്ലായിരുന്നു. പക്ഷേ അവസാനം അച്ഛൻ എൻ്റെ കാശൊന്നുമല്ല, എൻ്റെ കാശിന് മേടിക്കാനായിട്ട് ഇറങ്ങി. ഞാൻ വെളിയിലോട്ട് വരുമ്പം ഒരു ന്യൂസ് പേപ്പർ ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ മടങ്ങിയിരിക്കുന്ന വശത്ത് ദ ബോസ് ഹിറ്റ്സ് ബാക്ക് അഗെയിൻ എന്ന് പറഞ്ഞത്. കാരണം ഇതിന് പ്രൊഡക്ഷൻ നിർത്തി വെച്ചേക്കായിരുന്നു ഈ ബൈക്കിൻ്റെ ഷോ ഉണ്ട്. അന്ന് അത് വീണ്ടും വന്നു. ഞാൻ പോയി കൊടുത്തു. എനിക്ക് പെട്ടെന്ന് വണ്ടി കിട്ടി. 3-ാമത്തെ ദിവസം ഇടിച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇടിയായത്. കാരണം അതിൻ്റെ സസ്പെൻഷൻ ഒന്നും വർക്ക്, അതിൻ്റെ ഷോക്ക് അബ്സോർവർ ഒന്നും വർക്ക് ചെയ്തില്ല. നല്ല ഗ്രാഫിക്സ് ഭയങ്കര രസമായിരുന്നു. അന്നത്തെ കാലത്ത് അതൊരു സംഭവമായിരുന്നു. പിന്നെ അതിന് സസ്പെൻഷൻ കിട്ടാതെ ഇടി മൂത്ത് പിന്നെ സമുരയുടെ ഒക്കെ ആയിരുന്നു അതിനകത്ത് ഇട്ടിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ അത് നിർത്തി. അതൊക്കെ എന്നിട്ട് ഈ കോവിഡ് വന്നപ്പം മനസ്സമാനം നഷ്ടപ്പെട്ട സമയം ഉണ്ടായിരുന്നു. ഒരു $4-5 മില്യൺ നഷ്ടത്തിൽ പോയി. ശമ്പളം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ച സമയം അല്ലേ? ശമ്പളം പോയിട്ട് ഞാൻ തന്നെ ജീവിക്കുമെന്ന് എനിക്കറിയാൻ പാടുന്ന അവസ്ഥയായിരുന്നു. ഒരാഴ്ച കുറച്ചൊരു ഡിപ്രഷൻ മോഡിലായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു എന്നാൽ പിന്നെ എനിക്ക് ആ വാക്ക് ഇഷ്ടമല്ല. പക്ഷെ എന്നാലും IT മേഖല അത്ര ബാധിച്ചായിരുന്നോ? പിന്നെ ഞങ്ങളെ പോലെ അന്നത്തെ സമയത്ത് ഞങ്ങളെപ്പോലെ ഒരു കമ്പനിക്ക് അത്രയും പോകുകയെന്ന് പറയുമ്പം പിന്നെ ഇതൊന്നും എനിക്ക് ഈ പണിയൊന്നും ചെയ്ത് പരിചയമില്ലല്ലോ. നമ്മൾ ചെയ്തങ്ങ് പോവുകയാണല്ലോ. അപ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് കുറച്ച് ഞാൻ എന്നോട് തന്നെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച അവസാനം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ സഹായിക്കാൻ. ചോദിച്ചു അവസാനം ഞാൻ അവിടുത്തെ തോക്കാനുള്ളൊരുത്തനല്ലല്ലോ. അപ്പം അങ്ങനെ രണ്ടാമത് വേറെ കുറേ പരിപാടികൾ പ്ലാൻ ചെയ്തു ആ ഒറ്റ സമയം, ആ ഒറ്റ ആഴ്ച. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോയി എവിടെയെങ്കിലും ഇരിക്കണമായിരുന്നു. അന്ന് വെളിയിലിറങ്ങിയ പോലീസിലടിക്കും. അപ്പോൾ പിന്നെ ബൈക്ക് മാത്രമല്ലേ പറ്റൂ. അപ്പോൾ ഞാൻ ഒരു ബുള്ളറ്റ് മേടിക്കാമെന്ന് വെച്ചു. പിന്നെ അങ്ങനെ ആലോചിച്ച് ബുള്ളറ്റ് മാറി ട്രയംഫായി. അങ്ങനെ ട്രയംഫിൻ്റെ ബോണി മേടിച്ചു. കുറച്ച് ദിവസം ഓടിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ നാട്ടിൽ നിന്നൊന്നും അത് ശരിയാവത്തില്ല. കാരണം സസ്പെൻഷൻ ട്രാവൽ കുറവാണ്, നല്ല ബൈക്കത്. പിന്നെ ഞാൻ അത് കൊടുത്തു. അപ്പോൾ അന്ന് അത് എടുക്കുമ്പോഴേ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ടൈഗർ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പിള്ളേർക്കൊക്കെ ഉള്ള, എനിക്കുള്ളതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുച്ഛിച്ച് തള്ളി. അത് കഴിഞ്ഞിട്ട് പോയി ടൈഗർ എടുത്തു. അങ്ങനെ അത് വിറ്റ് ടൈഗർ എടുത്ത് കുറച്ച് നഷ്ടം വന്നു. എന്നിട്ട് ഇത് കുറച്ച് ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ പറഞ്ഞത് വലിയ കുഴപ്പമില്ലാത്തൊരു കാര്യം. കാരണം കുറച്ച് ആരോഗ്യമൊക്കെ വൃത്തിയായിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയത് ബൈക്ക് അതൊക്കെ. അപ്പോൾ BMW കാരൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നിങ്ങളുടെ അവസാനം വേണു ഇത് GSIയിൽ എത്തുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഓട്ടോറിക്ഷ വേണ്ടത്. എൻ്റെ സൗണ്ട് അവസാനം അവരെനിക്ക് 2 ദിവസം നിങ്ങൾ വെച്ചോ ഓടിച്ചോ. സാധാരണ ഞാനൊരു വാഗമണിലൊക്കെ പോയിട്ട് സ്ട്രെച്ചറല്ല വീട്ടിൽ കൊണ്ടുവന്ന് കയറ്റും. അവിടെ വേദന ഇവിടെ വേദന. ഈ സാധനം ഓടിച്ചാൽ ഒരു 300 കിലോമീറ്റർ ഓടിച്ചിട്ട് എനിക്ക് ഒരു അനുകൂലമായിരുന്നു. ഞാൻ ഐ എം നോട്ട് കമ്പയറിങ് ടു ബ്രാൻഡ്സ്. അത് പുലിയാണ്, അത് ആരോഗ്യമുള്ളവർക്ക് പറ്റിയ വണ്ടി തന്നെയാണ്. എന്നെ പിള്ളേർക്ക് എനിക്ക് തോന്നുന്നത് GSI എന്ന് വിചാരിച്ചിട്ട് ഈ വണ്ടി ആരോഗ്യം ഇല്ലാത്തവർക്കുള്ളതല്ല. പക്ഷേ എക്സ്ട്രീം കംഫർട്ടാണ്, അത് റിമാർക്കബിൾ കംഫർട്ട്. ഇതൊക്കെ കൊണ്ടാണ് ലഡാക്കിൽ പോയത്. അപ്പോൾ എൻ്റെ കൂടെ വരുന്നവർക്ക് ഭ്രാന്തായിരുന്നു, ഇവന് ഓടിക്കാൻ അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. എത്ര ബൈക്ക് ഉണ്ടായിരുന്നു? ഇല്ല അന്നത്തെ എൻ്റെ അതെല്ലാം വിറ്റു. എന്നിട്ട് പിന്നെ നിങ്ങൾ എത്ര പേര് ആണ്? 5 പേര്. 5 ബൈക്ക്. അവസാനം ഞാൻ ആ പാങ്കോങ്ങിൽ പോകുന്ന വഴിക്ക് ഞാൻ നോക്കി മൊത്തം ചെളിയും ബഹളമൊക്കെ. അപ്പോൾ അപ്പോഴാണെങ്കിൽ നമ്മൾ 4 കാലൊക്കെ വെച്ചിട്ട് ബൈക്ക് ഓടിച്ചോണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ബേസിക്കലി ഓടിക്കാൻ അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങനെ എന്തൊക്കെ നോക്കി താഴെ നോക്കിയപ്പോൾ സൈഡിൽ കൂടെ ചെയ്യാൻ പറ്റ പോലെ ഒരു ബൈക്ക് പൊക്കെന്ന് പറഞ്ഞൊരു വണ്ടി പോയി. അപ്പോൾ അവിടെ താഴെ കിടന്നൊരു പാറ കഷ്ണം ഇങ്ങനെ പൊങ്ങി മുകളിലോട്ട് വന്നു. ഞാൻ സ്ലോ മോഷൻ അത് കാണുന്നുണ്ട്. അത് താഴെ പോയി. ഇത് തീരുന്നതിന് മുമ്പ് അടുത്ത ഒരു 3 ടപ്പ് എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഈ ചെളി ഞാനിവിടെ കഷ്ടപ്പെടുമ്പോൾ ഇവർ വെച്ചളത്തി പോകും. അപ്പോൾ ഞാൻ ഫിസിക്സ്, എൻ്റെ മെയിൻ സബ്ജക്റ്റ് ഫിസിക്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ആ ടയറിന് തെന്നണമെന്ന് തോന്നുന്നതിന് മുമ്പേ ഈ പാറയ്ക്ക് മനസ്സിലായില്ല എന്താ സംഭവിച്ചത്, ടയറിന് മനസ്സിലായി, ഇതിന് മുമ്പ് ഇവർ പോയി. അപ്പോൾ ഞാൻ വെച്ചാൽ അതുപോലെ ഞാൻ ഓടിച്ച പോലെയായിരുന്നു. പിന്നെ ഞാൻ വണ്ടി തര വെച്ചിട്ടില്ല, ഓഫ് റോഡിലേക്ക് അവർ മേടിച്ചിട്ട് ഭ്രാന്തായ ആ രീതിയിലായി. പിന്നെ ഞാൻ ഓഫ് റോഡ് വന്നു കഴിഞ്ഞാൽ വെച്ചാലക്കും. അത് കഴിഞ്ഞാൽ ഭയങ്കര ഞാൻ ആ ബൈക്ക് നമ്മൾ 22 ദിവസമായിരുന്നു ബൈക്ക്. ഞാൻ ആലോചിച്ച് വെക്കുന്നത് കുറച്ചാളോട് ഞാൻ കല്യാണം കഴിച്ച് ജീവിച്ചു. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തും. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. അപ്പോൾ അതുപോലുള്ള യാത്രകൾ ഈ 4 വീലർ ചെയ്യാറില്ല? അതുപോലെ ലോങ് ട്രിപ്പുകൾ
ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ ഈ പണിയായിട്ട് നടക്കുന്നത്. അത് മാത്രമല്ല, ഈ 4 വീലാകുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാണല്ലോ. നമ്മൾ ഒറ്റയ്ക്ക് ഈ ഫോൺ എടുക്കാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. അപ്പം മറ്റേ ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അതല്ല, പിന്നെ ഈ കണക്റ്റഡ് ടു അതർ ബാക്കിയുള്ളവരടുത്തും ഒക്കെ. ഇപ്പം ലോങ് ഓടുകയാണെങ്കിൽ എനിക്കൊരിക്കലും കാറല്ല ബൈക്ക്. അപ്പം വെളിയിലൊക്കെ ആണെങ്കിൽ ബൈക്കും ഓടിക്കാറുണ്ടോ? ഓ ഇല്ല, എന്തിനാ വെറുതെ ചാവുന്നത്. ഇവിടെ ആകുമ്പോൾ പിന്നെ എന്തെങ്കിലും പീസെങ്കിലും കിട്ടും, അവിടെ അതും കിട്ടത്തില്ല. കാരണം അവിടെ ലൈസൻസ് എടുക്കണമെങ്കിൽ നമ്മൾ എഴുതണം, ഓർഗൻ ഡൊണേറ്റ് ചെയ്താൽ മാത്രമേ ലൈസൻസ് കിട്ടുള്ളൂ. അങ്ങനെ ഇതോ ഇപ്പം US പോകുമ്പോഴാണെങ്കിലും ലോങ് ഡ്രൈവ് കാറിൽ പോകാറുണ്ടോ? അത് പോകാറുണ്ട്. US ചെന്ന് കഴിഞ്ഞാൽ ഞാൻ റെന്റ് എടുക്കും, ഏതെങ്കിലും നല്ല എക്സോട്ടിക് വണ്ടിയിൽ റെന്റ് എടുത്തിട്ട്. ഏതായാലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ട്രെച്ച് ഈ ലോകത്തിൽ ഇതുവരെ ഓടിച്ചതിൽ റോഡിന്റെ കാര്യത്തിൽ? അങ്ങനെ നോക്കിയാൽ കേരളത്തിലാണ്. US എന്ത് ബോറിങ് അത് ഓടിക്കാൻ. ഈ സാധനം വെറുതെ പിടിച്ചോണ്ടിരിക്കുക, 80 മൈൽ ഒറ്റ നേരെ റോഡ്, ഒരു എക്സൈറ്റ്മെന്റ് ഇരുന്ന് ഉറങ്ങാന്നുള്ളതല്ല. ഇവിടെ നമ്മുടെ മൂന്നാർ, കേരളത്തിലാണ് എനിക്ക് ഏറ്റവും ഓടിക്കാൻ ഇഷ്ടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ കേരളത്തിലെ ഡ്രൈവർമാരെ ഭയങ്കര ഇഷ്ടമാണ്. അത് എസ്പെഷ്യലി വെസ്റ്റേൺ ഇടുക്കിയിലോട്ടൊക്കെ പോകുമ്പോഴേ അവരൊക്കെ ഈ സാധനം എന്താ പറയുക, ഇതിനകത്ത് മലയാളത്തിൽ വാക്ക് കറക്റ്റ് വാക്ക് എനിക്ക് അർമാദിക്കാന്ന് പറയുന്ന പോലെ അവർക്കറിയാം. എന്നിട്ട് ഈ ഇവിടെ ഓടിക്കാത്ത ആൾക്കാർ വരുമ്പോഴാണ് ഈ വെസ്റ്റേൺ ഗാർഡിൽ ഇടി നടക്കുന്നത്. കാരണം അവർക്ക് ആ യൂ ടേൺ എടുക്കുന്ന ഹെയർ പിന്നിന്റെ ഡ്രൈവർ വെളിയിലൊക്കെ ആയിരിക്കുന്നത്. അതെ, ഞാനൊരു ടാക്സി ഡ്രൈവർ, ടാക്സിയിലാണ് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചത്. അപ്പോൾ കക്ഷിയുടെ ലാസ്റ്റ് ട്രിപ്പ് കൂന്നിയിലോട്ട് മുകളിലോട്ട് കയറുമ്പോൾ ഞാൻ ആ സ്ഥലത്തിൻ്റെ പേരൊക്കെ മറന്നു. അപ്പം എന്നെ കൊണ്ടുപോകും. എന്നിട്ട് തിരിച്ചു വരുമ്പം അപ്പം കക്ഷി ജീപ്പിന് വെളിയില്ല, അത് കമാൻഡർ ജീപ്പ്, 10-20 പേര് അവർ കയറ്റിയിട്ടുണ്ടാവും. കാട്ടിന് മേളിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ കക്ഷി എൻ്റെ കയ്യിൽ ജീപ്പ് വരും. ഇനി ഇത് ഓടിച്ചോണ്ട് വരുന്ന ആ ഒരു സുഖമുണ്ടല്ലോ. ഇതായിരുന്നു എൻ്റെ, അങ്ങനെ ഞാൻ പഠിച്ചത്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നൊക്കെയുള്ള ആ ഒരു എന്താ പറയുക, സീ സൈഡ് ആ റോഡുണ്ടല്ലോ, മറ്റേ ഹൈവേ നമ്പർ 1, അതിൽ കുറേ ഓടിച്ചിട്ടുണ്ട്. അല്ല, അതൊക്കെ നല്ലതൊക്കെയാണ്. പക്ഷേ എനിക്ക് കേരളം ഇഷ്ടം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കേരളത്തിൽ ഇപ്പോൾ ആരും നമ്മുടെ നെഞ്ചത്തോടെ കയറുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അവിടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. മറ്റേ സ്കൂളിൽ പോയി ഈ ബോർഡിംഗ് സ്കൂളിൽ പോകുന്ന പോലെ, ബോർഡിംഗ് സ്കൂൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്നാലും വെളിയിൽ നിന്ന് കണ്ടിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ അച്ചടക്കത്തോടുകൂടി ഇങ്ങനെ ഓടിച്ചു പോലെ. സാധാരണ കോഴിയും ബ്രോയിലർ കോഴിയും ചിക്കനും എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എനിക്ക് ഇപ്പുറത്തെ സൈഡാണ് ഇഷ്ടം. ശരിക്കും നമ്മളിപ്പോൾ ഹൈവേ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ഒരു എക്സൈറ്റ്മെന്റ്. ഈ കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകാണല്ലോ, നമ്മൾ ഹൈവേ വന്നു കഴിയുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെന്റ് കുറവുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഹൈവേ വരുമ്പോൾ എക്സൈറ്റ്മെന്റ് ഉള്ളത് ഏത് വണ്ടിക്കാന്ന് അറിയാം? സ്പോർട്സ് കാർ. അപ്പൊ പിന്നെ പറഞ്ഞ ടിക്കറ്റ് കിട്ടുന്നു. അറ്റ്ലീസ്റ്റ് ഒരു ട്രാക്ക് ഇല്ലാത്തത്തോളം കാലം ചിലപ്പോ അങ്ങനൊന്നുമില്ല. അപ്പൊ നമുക്ക് വണ്ടിയുടെ ഇന്റീരിയർ ഒന്ന് കാണാമല്ലോ. നമ്മൾ അതിന്റെ എഞ്ചിൻ പവർ ഒന്നും പറഞ്ഞു. ഇത് 6.7 600 ഹോഴ്സ് പവർ, 595 അങ്ങനെ 600 ഹോഴ്സ് പവറും അത്യാവശ്യം ടോർക്കും. എവിടെയോ ഞാൻ ഇതിനകത്ത് ഏതോ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇതിനെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ട് ഇതൊരു കാറല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കക്ഷി പറഞ്ഞ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കക്ഷി ഉദ്ദേശിക്കുന്ന സ്പോർട്സ് കാറിൻ്റെ ജോണൽ, പക്ഷേ അതിനകത്തൊരു ലോ റേഞ്ച് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. അത് കഴിഞ്ഞാൽ ഭയങ്കര രസം. ആ V12 എഞ്ചിൻ്റെ പവർ അറിയാം. 12 സിലിണ്ടർ ആണ്. 12 സിലിണ്ടർ തള്ളിക്കയറി വരും അല്ലേ? അതുകൊണ്ട് പിന്നെ അല്ല, ഇപ്പൊ തന്നെ ഞാനിപ്പോ ഇത് ഓടിച്ചു വരുമ്പോ തന്നെ ആ ഒരു നല്ല രസമായിട്ട്. ആദ്യത്തെ ഒരു എന്താ പറയുക, നമ്മളാ ചെറിയ വഴി കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ഒരു അർമാദമായി. അങ്ങനെ ഞാൻ ചവിട്ടി പിടിച്ച് വരുമ്പോൾ നല്ല രസം. അതായത് ഇത്രയും വലിയൊരു വണ്ടി ഓടിക്കാന്ന് തോന്നുകയില്ല. ഇത് ഞാൻ നോക്കുമ്പോൾ G63 ഒക്കെ പുറകില്ല, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് സംഭവം തന്നെയാണ്. അപ്പൊ ഇതിന്റെ അത് ഇപ്പൊ ഈ പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഇതെല്ലാം പഠിച്ചോ? അതെല്ലാം ഫുൾ നോക്കി, അത്യാവശ്യം വേണ്ട എല്ലാ നല്ല സാധനങ്ങളും അതിനകത്ത് ഉണ്ട്. അതിൻ്റെ മേളത്തെ ഒരു ക്ലാസിക്കൽ സാധനം ഉണ്ടല്ലോ, മേളത്തെ സൺറൂഫിൻ്റെ മൂൺ റൂഫ് അങ്ങനെയല്ലേ പറയുന്നത് അത്. പിന്നെ അതിനകത്തൊരു ഫാസിയ ഒരു നമ്മുടെ ഇതിനകത്ത് നല്ല രസം കാണാൻ, അത് തീർമ്പോൾ കാണാം. അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ സ്റ്റിച്ച്, അതിൻ്റെ സ്റ്റിച്ചിൻ്റെ ത്രെഡിൻ്റെ കളറ് അതുവരെ നമ്മൾ എടുക്കണം. പിന്നെ ഫ്ലോർ മാറ്റ് അങ്ങനെ. പിന്നെ ഇതിനകത്തൊരു വിൻ പ്ലേറ്റ് എന്നൊരു സാധനമുണ്ട്. അതിൻ്റെ ഡോറ് തുറക്കുമ്പം പണ്ടത്തെയൊക്കെ ഈ ചില ഫോറിൻ കാറിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, എല്ലാം ദ്രവിച്ച് പോയിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രം കിട്ടിക്കും ഒരു വണ്ടിയുടെ നമ്പർ. അത് കാശ് കൊടുത്ത് മേടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഞാൻ ചത്തൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആൾ കഴിയുമ്പോൾ നിന്റെ ഉത്തരവ് പറയാൻ അന്ന് ഇത് സ്പെഷ്യലി കോൺഫിയർ ചെയ്ത്. അപ്പോൾ ആ ഒരു സ്നേഹമൊക്കെ നിനക്ക് എക്സ്ട്രാ പറയാനുള്ള ഡയലോഗ് അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അല്ല, അപ്പോൾ ഇത്ര ആ കാലം വരെ ഒന്നും വിൽക്കുന്നില്ല, ഒരു സാധനം ഒന്നും വിൽക്കില്ല. ദൈവം സഹായിച്ചാൽ എനിക്കിതൊന്നും വിൽക്കണ്ടെന്നുള്ളതാണ്. ദൈവം സഹായിച്ചില്ലെങ്കിൽ ഇതൊക്കെ വിൽക്കേണ്ടി വരും. അല്ല, പണ്ട് ഉപയോഗിച്ചിരുന്ന ഇപ്പോൾ ഷോഗൺ ബോളൊക്കെ നിലനിർത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ഷോഗൺ കസിൻ്റെ വീട്ടിൽ എവിടെയൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് ദ്രവിച്ചു പോയി. ഞാൻ എൻ്റെ അംബാസഡർ, എനിക്ക് ഷോഗണിനോട് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അത്യാവശ്യം നല്ല ഇടിയും പിടിയും ബഹളമൊക്കെ ആയിരുന്നു. അംബാസഡർ കാർ ഞാൻ തപ്പി കുറേ നടന്നു. അവസാനം ഞാൻ എല്ലാവർക്കും അറിയാമല്ലോ, ആംബ്രോ എന്ന് പറഞ്ഞിട്ട് പയ്യൻ എൻ്റെ കൂടെ. അപ്പോൾ അവനെ ഞാൻ ഏൽപ്പിച്ചു. അവസാനം അവനെ ഏൽപ്പിച്ചപ്പോൾ അത് നല്ല രീതിയിൽ
കണ്ടുപിടിച്ചു അവസാനം ലൊക്കേറ്റ് ചെയ്ത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആർട്ടിക്കൽ. അപ്പോൾ എല്ലാവരുടെ ശ്രമിച്ചത് കണ്ടുപിടിച്ചപ്പോഴത്തേക്കും 1 മാസം മുമ്പായിരുന്നെങ്കിൽ 1-2 മാസം മുമ്പായിരുന്നെങ്കിൽ കിട്ടിയാനെ അത് പീസാക്കി അത് പോയി. അല്ലെങ്കിൽ അതിനെ ഞാൻ ഇത് ചെയ്തേനെ. അല്ലെങ്കിൽ പഴയ തറവാട് വാങ്ങിക്കാൻ തിരിച്ചു വരുന്ന അങ്ങനെ ഒരു കഥകളുണ്ടായിരുന്നു. അല്ല, അത് ആക്ച്വലി ഞാൻ കുറേ വർഷം തപ്പി. പക്ഷെ എനിക്ക് നമുക്ക് ആ സമയമില്ലാത്തതുകൊണ്ട് വിട്ടുപോകുന്നത് കാരണം ഇതിപ്പം അവനെ ഏൽപ്പിച്ചുകൊണ്ടാണ് അത്രയും നടന്നത്. നമുക്ക് വണ്ടിയുടെ ഇന്റീരിയർ ഒന്ന് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന വിൻ പ്ലേറ്റ് എന്ന് പറഞ്ഞ സാധനം ഇതാണ് കേട്ടോ. അത് നമ്മൾ കോൺഫിഗർ ചെയ്തില്ലെങ്കിൽ വണ്ടിയിൽ ഉണ്ടാവില്ല. ആണല്ലേ? ശരി. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയുള്ള എഞ്ചിൻ നമ്പറൊക്കെയാണ്? എഞ്ചിൻ നമ്പറും പിന്നെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ മൊത്തം കാര്യങ്ങളൊന്നും നോക്കിയില്ല. പക്ഷേ അപ്പം പിന്നെ ഈ പറഞ്ഞ നമ്മളിതാ അവിടെ കയറുമ്പോഴേ ഗോസ്റ്റ് എന്ന് അത് ആ ഇൻഫിനിറ്റ് ലോഗോ എന്ന് പറയുന്നത് ബ്ലാക്ക് ബാഡ്ജിന്റെ ലോഗോ. ഈ കാണുന്നത് അത് റോൾസിന്റെ മറ്റ് ഇതിലൊന്നും ഇല്ല. എനിക്കൊന്ന് ഫാൻഡത്തിന്റെ ഏത് ബ്ലാക്ക് ബാഡ്ജ് എടുത്താലും ഉണ്ടാവും. പിന്നെ ഈ കളറ് നമ്മൾ കോൺഫിഗർ ചെയ്തു. റെഡ് ഈ റെഡ് കളർ കോൺഫിഗർ ചെയ്തു. എനിക്കൊന്ന് ഈ കേർട്ടൻ നമ്മൾ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് വേണോ വേണ്ടേ എന്നുള്ളത്. കേർട്ടൻ ഇത് ചെയ്തു. ആ കേർട്ടൻ നമുക്കത് മാറ്റാം. അങ്ങനെയാ മാറുന്നത്. അതുണ്ട്. നമ്മുടെ പഴയ അംബാസഡർ കൈ കൊണ്ട് മാറ്റും, ഇതിനകത്ത് സ്വിച്ചിട്ട് മാറ്റും. പിന്നെ ആ 2 ടോൺ ആ നടുക്കലത്തെ ആ ഗ്രേ കളർ അവിടെയും ഓപ്ഷൻ ഉണ്ട്. ആ നടുക്കലത്തെ സെന്ററിൽ കളർ നമുക്ക് ഏത് വേണേലും എടുക്കാം. നമ്മളൊരു ഓൾമോസ്റ്റ് ലൈക്ക് അത് ഇത് ആക്ച്വലി പ്രോപ്പർ ബ്ലാക്ക് അല്ല, അത് വേറൊരു അതിന്റെ പേര് മറന്നു ഞാൻ. അപ്പോൾ അത് അതിന്റെ പെർഫറേഷൻസ്, പിന്നെ RR ലോഗോ, മോണോഗ്രാം, അപ്പോൾ അതിന്റെ സ്റ്റിച്ചിന്റെ കളറ് അത് നമുക്ക് റെഡ് ആക്കാം, വൈറ്റ് ആക്കാം. ഞാനത് വൈറ്റ് എടുത്തു. ഇതിപ്പോ നമ്മൾ കസ്റ്റമൈസ് ചെയ്തില്ലെങ്കിൽ എന്താണ് ഇതിന്റെ കളർ അകത്ത്? അത് സ്റ്റാൻഡേർഡ് എന്തോ ഒരു കളർ ഒരു വരും, ബീജ് പോലെ എന്തോ ആയിരിക്കും അല്ലേ? ഞാൻ ഓർക്കുന്നില്ല. ഒരു സ്റ്റാൻഡേർഡ് കളറുണ്ട്, പക്ഷെ അതും ഡ്യുവൽ ടോൺ തന്നെയാന്ന് തോന്നുന്നു. ഇത് ഈ പറഞ്ഞ പോലെ ഏറ്റവും പ്രശസ്തമായ ഞാൻ കസ്റ്റമൈസ് ചെയ്യാൻ മറന്നുപോയ ഒരേ ഒരു സാധനം അത് മാത്രമാണ്. ഇത് മറ്റേ എനിക്കത് റെഡ് ആക്കണമായിരുന്നു, ഞാനത് മറന്നുപോയി. ഇത് മറ്റേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണൂരൊക്കെയുള്ള മറ്റേ ഈ കൊലപാതക ടീമൊക്കെ ഉണ്ടല്ലോ, വേണം അതിൻ്റെ അത് വടിവാളൊക്കെ കയറ്റി വയ്ക്കും. അതിനൊക്കെ പറ്റിയ ഊരിയെടുത്ത് ഇന്നവയ്ക്ക് ഇങ്ങനെ സാധനം വിറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ആലോചിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റു പ്രത്യേകത ഇങ്ങനെയാണ് ഡോർ തുറക്കുന്നത് എന്നുള്ളതാണ്. അതെ, രണ്ട് സൈഡിൽ അങ്ങനെ ഓപ്പൺ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതുപോലെ ഓരോ സാധനം കസ്റ്റമൈസ് ചെയ്യുമ്പോഴും ഇതിനൊക്കെ ലക്ഷങ്ങളിലേക്ക് കയറും അല്ലേ? ഒരു മയോ ഇല്ലല്ലോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി മയോ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഇവിടെ 4 ടൈംസ് വില കൂടും. ഒരു $100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ അത് $400 ആകും. അതാണ് പ്രത്യേകത. അപ്പോൾ ഇതാണ് ബാക്കിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും സ്ലാൻഡ് ചെയ്യാവുന്ന സീറ്റും ആയിരിക്കും അല്ലേ? കുറച്ച് റിക്ലൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ സെൻട്രൽ കൺസോൾ ഇത് ഫിക്സ്ഡ് ആയിട്ട് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇവിടെ ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ 5 പേരെന്തായാലും വരുമല്ലോ. അപ്പോൾ ഞാൻ ഒരു സെൻറ്ററിൽ ഓപ്ഷണൽ 3rd സീറ്റ് റോ എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഇത് പറയുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഫിക്സ്ഡ് ആണ്. അപ്പം ബാർ ആസ്പെക്ട്സ് ഒക്കെ ഇതിനകത്ത് വരുന്നത്, വൈൻ ബോട്ടിലും. ഇതിനകത്ത് ഇതിങ്ങനെ ഇത് ഇപ്പം നമ്മുടെ ഇതിൻ്റെ മെനു കൺട്രോൾ. ഇപ്പം ഇവിടെ ഈ സീറ്റിൽ ഇപ്പം കണ്ടോന്ന് തോന്നുന്നില്ല, പക്ഷേ ഇവിടെ ഒരു TV ഉണ്ട്. ഇപ്പം അത് ശരി, ഓക്കെ. അപ്പം ഇതിനകത്തുള്ള കോണ്ടന്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്കത് അങ്ങനെ ആ മെനു എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഇവിടെ നമ്മുടെ യൂഷ്വൽ എന്തെങ്കിലുമൊക്കെ വെക്കാനുണ്ടെങ്കിൽ. പിന്നെ ആ ഫ്രിഡ്ജ് വരുന്നത് ഇതിനകത്താണ്. ഇതിനകത്ത് 2 വൈൻ ഗ്ലാസ് ഉണ്ട്, ഒരു വൈൻ ബോട്ടിലും വെക്കാൻ. നമ്മുടെ ചോയ്സാണ്, വൈൻ വെക്കണോ വേറെ എന്തെങ്കിലും. പക്ഷെ കേരളത്തിൽ ഒരു കുപ്പിയൊന്നും വെച്ചിട്ട് കാര്യമില്ല. ഞാൻ മാത്രമാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും. പണ്ടോർമ്മയുണ്ട് നമ്മുടെ നാട്ടിലെ ആദ്യത്തെ മറ്റേ ഇത് എന്തായിരുന്നു ലിമോസിൻ വന്നത് തിരുവനന്തപുരത്ത്. അന്നത്തെ US സോഫ്റ്റിന്റെ MD അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം നമ്മുടെ വലിയ സുഹൃത്തായിരുന്നു. അദ്ദേഹം മറ്റേ സിംഗപ്പൂരേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റ് വെച്ചാൽ മരിച്ചുപോയി. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് കേരളത്തിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് വീട്ടിൽ, കാരണം ആരോ പരാതിപ്പെട്ടു അതിനകത്ത് ബാറുണ്ട്. അങ്ങനെ അത് പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇട്ടു ഈ ലിമോസിൻ കുറേ കാലം. അതുപോലെ ഇത് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പം കൂടുതൽ സ്ട്രിക്റ്റ് ആണല്ലോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗംഭീരമായ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലത്തെ ഈ പറഞ്ഞ മൂൺ റൂഫാണ്. ഇത് പക്ഷേ ഇതിലിപ്പോൾ കാണാൻ പറ്റുമോ എന്ന് വണ്ടി ഓണാക്കിയാൽ കാണാം. വണ്ടി ഒന്ന് ഓണാക്കിയാൽ കാണാം അല്ലേ? ഞാനൊന്ന് ഓണാക്കാം. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ഡോറും കൂടെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട്. ഇതിനകത്ത് ഷൂട്ടിംഗ് സ്റ്റാർ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഇതിനകത്ത് കയറി ഇരുന്നിട്ട് നമ്മളത് ഒരു കുറച്ചു നേരം നോക്കി എവിടെയെങ്കിലും അങ്ങോട്ട് ഓടുന്നതാണ്.
പിന്നെ ഈ സ്റ്റാർസ് നമുക്ക് തീരുമാനിക്കാം ഇവിടെ വേണോ ഇവിടെ വേണോ ഇവിടെ വേണോ ഇവിടെ വേണോ അങ്ങനെയൊക്കെ മാറ്റാം. കാരണം ഇത് കുറച്ച് ലൈറ്റ് കൂടുതലായിരിക്കും രാത്രി ഓടുമ്പോഴേ. അപ്പൊ നമുക്ക് ആ ഫ്രണ്ടിൽ വേണമെങ്കിൽ ഇത് പാനൽ ഫുൾ ആയിട്ട് കിട്ടും. അങ്ങനെ കളർ ചേഞ്ച് ഉണ്ടോ നക്ഷത്രങ്ങൾക്ക്? ഇല്ല. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം നമുക്ക് കൂടുതൽ കാശ് കളയാനുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് പറയുന്ന രീതിയിലുള്ള കോൺസ്റ്റലേഷൻസും നമ്മുടെ സോഡിയാക് സൈൻ ഇല്ലേ, അപ്പൊ അതൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജന്മദിനം വെച്ചിട്ട് അന്ന് കോൺസ്റ്റലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അവർ ചെയ്തു തരും. എത്രയോ മീറ്റർ കേബിൾ അതിന്റെ മുകളിൽ പോയിരിക്കുന്ന മറ്റേ ഫൈബർ ഓപ്റ്റിക് കേബിൾ പിൻ ചെയ്തിട്ടാണ് അവർ അത് അച്ചീവ് ചെയ്തത്. ഭയങ്കര മെറ്റിക്കുലസ് വർക്ക് ആയിരുന്നു. ഇതിന് തന്നെ ഒരു വീഡിയോ ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇവിടെ പിന്നെ അധികം ഇവരിപ്പോഴും ഹാൻഡ് ക്രാഫ്റ്റഡ് പരിപാടികളൊക്കെയാണ് അത് ഈവൻ ജീവാഗണം ഹാൻഡ് ക്രാഫ്റ്റഡ് and 700 man days 1700 man days അതോ 7000 man days എന്തോ ആണ് അത് ക്രാഫ്റ്റ് ചെയ്യാൻ. അത് അതിന്റെ പേരും സൈനും കാണുകയും ചെയ്യും. നമ്മുടെ നാട്ടിലാണ് ശശി എന്നൊക്കെ പറഞ്ഞ് എഴുതിയൊരു സൈനൊക്കെ കാണും. അപ്പോൾ അതങ്ങനെ. ഇനി നമുക്ക് മുന്നിലിരിക്കാം. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. ശരിക്കും ഇപ്പോഴും ഒരു പഴമ നിലനിർത്തുന്ന ഒരു പരിപാടിയാണ് അല്ലേ? അതാണ് എന്റെ ഒരു രസം. പഴയ കാലത്തെ ക്ലാസിക്കൽ എലിമെന്റ്സ് എല്ലാം ഇപ്പോഴും ഉണ്ട്. ഇതിന്റെ ഇപ്പൊ AC വർക്ക് ചെയ്തോണ്ടിരിക്കും. ഇത് നിർത്തണമെങ്കിൽ ഇത് ഞെക്കിയാൽ മതി. അതിന്റെയൊക്കെ ആ പെർഫെക്ഷൻ ഇല്ലേ, ആ ക്രാഫ്റ്റ്മാൻഷിപ്പ് ഇല്ലേ, അത് നോക്കുമ്പോൾ നമുക്കറിയില്ല. ലൂസറിയുടെ നോക്കുന്ന ഒരു സാധനമാണ് അത്. ഭയങ്കര. പിന്നെ പഴയ കാലത്തെ CD ഒക്കെ ഉണ്ടെന്ന് അങ്ങനെ അല്ല, CD അല്ല കേട്ടോ, CD പ്ലെയർ അല്ല. ഇതൊക്കെ ഏതോ ഒരു വണ്ടിയിലുണ്ട് അത് CD പ്ലെയർ ആണ്. ഇത് ഓരോരോ നമുക്ക് കസ്റ്റം നമ്മുടെ മെനു സെറ്റ് ചെയ്ത് കോൺഫിഗർ ചെയ്യാം, അസൈൻ ചെയ്ത് വെക്കാം, 1 ക്ലിക്കിൽ എത്താൻ വേണ്ടിയിട്ട്. ഇതെന്താ സംഭവം? ഇതെന്റെ വോളിയം കൺട്രോൾ. വോളിയം കൺട്രോൾ ആണ്. ഓക്കെ. സ്ക്രീൻ ആണെങ്കിലും ശരിക്കും കമ്പാരിറ്റീവ്ലി ചെറുതാ ഇപ്പോഴത്തെ പുതിയ വണ്ടികളായിട്ട്. അങ്ങനെ അത്തരം ഈ ഒരു ഗിമ്മിക്സിലൊന്നും അവരില്ല. അവരെല്ലാം അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഇവിടെ ഒരു ഷോക്കേസ് പോലെ കാണുന്ന സംഭവം പുതിയ മോഡലിലുള്ളതാണ്. എന്റെ അറിവില് ഇത് ബ്ലാക്ക് ബാഡ്ജിൽ മാത്രമാണ് ഈ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി വരിക. നമുക്ക് ഈ ക്ലോക്ക് തന്നെ ഒരു 4 ടൈപ്പ് അങ്ങനെയുണ്ട്, നമുക്ക് കോൺഫിഗർ ചെയ്യാം. അത് ഏത് വേണമെങ്കിലും മാറ്റി മേടിക്കും. ഞാൻ അത് ക്ലാസിക് ഡയൽ തന്നെ ചൂസ് ചെയ്തത്. പിന്നെ ഈ പറയുന്നത് ഒരു ഇല്ലുമിനേറ്റഡ് ഫാസി എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇത് നേരത്തെ ബ്ലാക്ക് ബാഡ്ജിൽ നമ്മൾ കാശ് കൊടുത്ത് കോൺഫിഗർ ചെയ്യണമായിരുന്നു. ഇപ്പൊ അത് ബ്ലാക്ക് ബാഡ്ജിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവർ കാശ് കൂട്ടി. അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നില്ല. അതിന്റെ 5 ലക്ഷമായിട്ട് വാങ്ങിക്കുന്നില്ല, പക്ഷെ മൊത്തത്തിൽ കൂട്ടി. അത്രയൊക്കെയാണ് കൺസോൾ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഒരു മിനിമലിസ്റ്റിക് അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ AC യുടെ ഒക്കെ ഡയല് ഇതിപ്പം ഈ 4 വിൻഡ് ഉണ്ടല്ലോ, 4 ഉണ്ടല്ലോ. അപ്പൊ അതിൽ ചൂട് കൂട്ടുക, ചൂട് കുറയ്ക്കുക, അതെല്ലാം ഇങ്ങനെ കഴിഞ്ഞ് ചൂട് കൂടും. റെഡ് ആകുന്നു അല്ലേ, ബ്ലൂ എന്നുള്ള റെഡ് ആകുന്നു. ഭയങ്കര രസമായിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ. അതെല്ലാം സ്വിച്ച് അല്ല. അതുപോലെ അതിന്റെ ക്വാളിറ്റി അല്ലേ ഭയങ്കര കണ്ടറിയാം. പക്ഷെ അത്രയും കാശ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ. പിന്നെ ഈ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി എല്ലായിടത്തും കാണുന്നുണ്ട്. അത് പൊതുവെ പണ്ട് ഇത്രയും കാണാറില്ലായിരുന്നു അല്ലേ, ഈ ലോഗോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് റോൾസ് റോയ്സ് കയറിയിരിക്കുന്നത് ഞാൻ മേടിച്ചതിന് ശേഷം. അപ്പൊ എനിക്ക് എന്നോട് അത് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. അല്ല പണ്ടൊക്കെ വെച്ചാൽ 1-2 എണ്ണമൊക്കെ അല്ലാതെ ഇപ്പൊ എല്ലായിടത്തും നമുക്ക് അത് കുറെ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞാൽ അത് ഓടിച്ചോണ്ട് പോകുന്ന പരിപാടി ഉണ്ട് കേട്ടോ. അത് പക്ഷേ ഞാൻ അവരെന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്രാവശ്യം. അപ്പൊ അതിൽ കുറച്ച് ആഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ അവൻ തന്നെ തന്നെ റിട്രാക്ട് ചെയ്ത് താഴെ പോകും. ഓടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പോകും. നമ്മുടെ ഇവിടെ ബോംബെ ചോർ ബസാറിൽ പിന്നെ ഇത് ലോക്ക് ചെയ്യുമ്പോൾ എന്തായാലും ഈ വണ്ടി ഒറ്റക്കിട്ടിട്ട് പോവുക എന്ന് പറയുന്നത് ശരിയാണല്ലോ. ഈ ജാഗുവറിന്റെ ആണ് ഏറ്റവും കൂടുതൽ അവിടെ. ഇപ്പൊ അത് പക്ഷേ ജാഗുവർ പണ്ടത്തെ ബെൻസിന്റെ മുകളിലിരിക്കുന്ന അതൊക്കെ ഓടിച്ചോണ്ട് വരുന്നു. പിന്നെ ഇവിടെ ഒരു കൺസോൾ അല്ല ഒരു ഇതുണ്ട്, സ്പേസ് ഉണ്ട്. വലിയ സ്പേസ് ഒന്നും പറയാനില്ല. പിന്നെ ഒരു ഇത് സൈഡിൽ മൊബൈൽ വെക്കാനും അങ്ങനെ ഒരു ചെറിയ സാധനമുണ്ട്. ഈ നമ്മുടെ ഇപ്പം ഓഷോയ്ക്ക് അദ്ദേഹത്തിന് ഭഗവാൻ രജനീഷിന് 99 റോൾസ് റോയ്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പുള്ളി എല്ലാവരും ഇങ്ങനെ ചോദിക്കുമായിരുന്നു, നിങ്ങൾ ഭഗവാനായിട്ട് എന്തുകൊണ്ടാണ് ഇത്ര റോൾസ് റോയ്സ് ഒക്കെ വാങ്ങിയത്, നിങ്ങൾ മറ്റേ ഒരു ഗുരുവല്ലേ. അപ്പോൾ പുള്ളി പറയുന്നത് വെച്ചാൽ കാളവണ്ടിയിൽ ഇരുന്ന് ധ്യാനിക്കുന്നതിലും നല്ലത് എപ്പോഴും റോൾസിലിരുന്ന് ധ്യാനിക്കുന്നതാണ്. അതിനുശേഷം പുള്ളി അമേരിക്കയിൽ നിന്ന് പോന്നു കഴിഞ്ഞ് ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യമായിട്ട് പത്രക്കാരെ കാണുമ്പോൾ അവർ ചോദിക്കുന്നത് റോൾസ് റോയ്സ് മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പുള്ളി നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും, എനിക്കില്ല സാർ. കാരണം ഇപ്പോഴും ആൾക്കാരതാ ചിന്തിച്ചത്. അതാണ് ഈ സാധനം. 99 എണ്ണം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പിന്നെ നമുക്ക് ഇവിടെ പറയാനില്ല. ഇവിടെ ഈ ഒരു ഇതും ഈ പറഞ്ഞ പോലെ കുറെ മെനു ഓപ്ഷനും ഇവിടെ നമുക്ക് ബാക്കിയുള്ള കൺട്രോൾ എല്ലാം ജോയ്സ്റ്റിക് ആയിട്ട് വർക്ക് ചെയ്തു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ ടിപ്പിക്കലി നമ്മുടെ സാധാരണ കാറിലുള്ള പോലെ തന്നെ. ഇതിനകത്തൊന്നും വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. പിന്നെ ഇതിനകത്ത് കുറച്ച് ഈ ക്യാമറയുടെ ഇന്റഗ്രേറ്റഡ് സാധനങ്ങളെല്ലാം കുറച്ചൊരു ഹൈ എൻഡ് ആണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ. ക്യാമറ ഉണ്ടോ നോക്കട്ടെ.
എനിക്ക് അംബാസഡറായിട്ട് ഒരേ ഒരു ബന്ധമുള്ളത് ആ ലിവർ പിടിയില്ല. ആ ലിവർ ഞാനിത് ആദ്യം എടുത്തിട്ട് ഡെലിവറി കിട്ടി കഴിഞ്ഞ് വണ്ടി ഓടിക്കുന്നത് കൊണ്ട് ഗിയർ അനങ്ങുന്നില്ല. എന്താ അനങ്ങാത്ത, ഇനി വേറെ എന്തെങ്കിലും സ്വിച്ച് ആക്കണോ? ഇല്ല, ഒന്ന് അകത്തോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഇടണം. സാധാരണ ബെൻസ് ഓടിച്ച് ശീലിച്ചൊരു വെറുതെ ഇട്ട് നോക്കും. വെറുതെ നല്ലോണം ഇതായിട്ട് ആക്കിയൊന്നുമില്ല. ഇതിപ്പോ അതുപോലെ തന്നെ പ്രസ് ചെയ്താൽ പാർക്കിലേക്ക് പോകും. അതാണ് ആ ലോ റേഞ്ച് എന്ന് പറഞ്ഞ ഈ ലോ എന്ന് എഴുതിയിരിക്കും. ഞാൻ വണ്ടി അഗ്രസീവ്. ഓക്കെ. അതുപോലെ സ്റ്റിയറിംഗ് വീൽ ഈ പറഞ്ഞ പോലെ ഒരു പീസ് ഓഫ് ആർട്ട് ആണെന്ന് പറയാം അല്ല. ഇതിലൊക്കെ ഈ കാർബൺ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അത് നമ്മൾ കോൺഫിയർ ചെയ്ത കേട്ടോ. ആണല്ലേ? ഈ സാധനം നമ്മൾ കോൺഫിയർ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ വരുമ്പം ഇത് വീണ്ടും ഒരു ത്രെഡ് കൂടി എന്റെ പുറത്ത് ഓടിക്കായിരുന്നു. അതിന് വീണ്ടും കുറെ ലക്ഷങ്ങൾ കൊടുക്കണോണ്ട് ഞാൻ ഇത്രയും മതി എന്ന് വിചാരിച്ചു. അവസാനം കൂട്ടി പേപ്പർ നിറഞ്ഞപ്പോ നിർത്തിയതല്ലേ? അതുപോലെ ഇതൊക്കെ ഉപയോഗമുള്ള സാധനങ്ങളാണോ ഈ കാണുന്നത്? അതുപോലെയും മറ്റേ ഇതിന്റെ നമ്മളിപ്പം ക്രൂസ് കൺട്രോൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് എത്രത്തോളം ഡിസ്റ്റൻസ് മറ്റേതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് അതിന്റെ പ്ലസും മൈനസും ആണ് ആ സാധനം. അപ്പൊ അഡാസ് ഫീച്ചേഴ്സ് ഉണ്ടോ ഇതില്? അതിന് ആക്ച്വൽ അഡാസ് ഒന്നും അല്ല, ഈ ക്രൂസ് കൺട്രോൾ മാത്രം. അതേ ഉള്ളൂ. ലെയിൻ ചേഞ്ച് വാർണിംഗ് ഉണ്ട്. അല്ല, ഓട്ടോ ബ്രേക്ക് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതൊരു വൻ ഡേഞ്ചറസ് സാധനമാണ്. അത് ഡേഞ്ചറസ്. അയ്യോ, ഇതിനും പറ്റിയിട്ടില്ല. ഞാൻ ഒരു ദിവസം BMW X7 കൊല്ലത്ത് ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു ആവശ്യമില്ല. അത് ഒരു സൈക്കിളായിരുന്നു. എനിക്കറിയാം, ഞാൻ വണ്ടി നിർത്തുന്നു. ഒരു ഒറ്റ ചേട്ടൻ ഞാൻ വെച്ച് പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ ഫ്രണ്ട് വന്നേ. ഞാനത് എപ്പോഴും ഓഫ് ചെയ്ത് വെക്കും. ചില ദിവസം മറന്നു പോകും. ഗതികേടാ. അതാണ് നമ്മൾ ഓരോ തവണ വണ്ടി ഓഫ് ചെയ്യുമ്പോഴും ഇത് വീണ്ടും വീണ്ടും. ഞാനും ഒക്കെ ഏത് അഡാസ് ഫീച്ചേഴ്സ് ഉള്ള വണ്ടി എടുത്താലും അവസാനം ഓഫ് ചെയ്യും. ഭയങ്കര പണി കിട്ടണമെന്ന് അറിയോ? എന്നാലും പുറകെ വന്ന് ചവിട്ടുന്നതിന്റെ തെറിയും കേൾക്കും. അത് അയാളെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇതിന്റെ ബ്രേക്ക് കൂടി ചെറിയ വഴിയൊന്നുമല്ലോ. എന്നാൽ ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ പുറകിലൂടെ നോക്കിയിട്ട് ചവിട്ടിക്കുന്ന കുഴപ്പമില്ല. അതെ. അപ്പൊ ഇത് ആണ് ഇതിന്റെ മീറ്റർ കൺസോള്. അതുമൊക്കെ ഈ പറഞ്ഞ പോലെ ഡിജിറ്റലായിട്ട് ഇപ്പൊ ഇതിപ്പം തൊട്ട് മുമ്പിലത്തെ വേർഷനിൽ അതെല്ലാം മെക്കാനിക്കലായിരുന്നു. ഇപ്പൊ അത് ഡിജിറ്റലാക്കി. മറ്റായിരുന്നു നല്ലത്. അത് മാത്രമാണ് എനിക്ക് ഇതിനകത്ത് അപ്ഗ്രേഡ് ചെയ്തപ്പം എനിക്ക് മോശമായിട്ട് തോന്നിയത്. ഇവിടെ വോളിയം കൺട്രോൾ ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മ്യൂസിക് സിസ്റ്റം ഒക്കെ അടിപൊളിയാണോ? അത്യാവശ്യം റീസണബിൾ. ഇവരുടെ സൗണ്ട് ക്വാളിറ്റി ബാക്കിയുള്ളവരെ പോലല്ല. ഇവര് സ്റ്റുഡിയോ ക്വാളിറ്റി സൗണ്ട് അതിനകത്ത് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അഹങ്കാരങ്ങൾ ഒത്തിരി കുറവാണ്. ക്ലീൻ സൗണ്ട്. ഇവരുടെ ഇതിന്റെ തന്നെ ഒരു ബിസ്പോക്ക് ഓഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഞാൻ കോൺഫിഗർ ചെയ്യാൻ കൊടുത്തതാണ്. പക്ഷെ അവർക്ക് അവിടെ വിട്ടുപോയി. അവരുടെ സ്റ്റാൻഡേർഡ് ഓഡിയോ അതിനകത്ത് കയറിയത്. എനിക്കാണെങ്കിലും മ്യൂസിക് ഭയങ്കര ഇഷ്ടമുള്ള പക്ഷേ ഞാനത് ലിസൺ ചെയ്ത് അതെനിക്കൊരു വലിയൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. ഒന്നും പറയാനില്ലല്ലോ. ഇപ്പൊ ഇതുവരെ ഇപ്പൊ ഉള്ള കയ്യിലുള്ള വണ്ടികൾ ഏറ്റവും ബെസ്റ്റ് മ്യൂസിക് സ്റ്റേ ചെയ്ത വണ്ടിയില്ല? അതിന്റെ ഉറൂസിനകത്ത്. നമ്മൾ വിചാരിക്കും അതിനകത്ത് ആ ബഹളത്തിനകത്ത് കേൾക്കാൻ പറ്റുന്നു. പക്ഷെ ബാംഗ് ഒലിവ്സിന്റെ എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്റെ ഒരു ഭയങ്കര ഫേവറേറ്റ് ബ്രാൻഡാണ്. കാരണം ഞാൻ കൂടുതൽ ക്ലാസിക് മ്യൂസിക് കേൾക്കുന്നത്, വോക്കലും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അപ്പം ആ മിഡ് റേഞ്ചിൽ ട്രബിൾ സൈഡ് ഉണ്ടല്ലോ, ഹൈ ഫ്രീക്വൻസിയും ലോ ഫ്രീക്വൻസിയും ഹൈ ഫ്രീക്വൻസിയും നല്ലോണം കിട്ടുന്ന ഒരു സിസ്റ്റർ. ബ്യൂട്ടിഫുൾ. അത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത് തീരെ മോശമല്ല. വളരെ എൻജോയബിൾ ആയിട്ടുള്ള മ്യൂസിക്കാണ്. സാധാരണ വെർമിസ്റ്ററിനേക്കാളൊക്കെ മുകളിലാണ്. പക്ഷെ ഇതിന് കുറച്ചുകൂടെ ക്ലാസ്സിയാണ്. കുറച്ചും കൂടെ ഒക്കെ ഒരു ആംപ്ലിഫിക്കേഷൻ ഉണ്ട്, മോഡിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. ഇതിനകത്ത് അതൊന്നുമില്ല. പിന്നെ ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് റൈറ്റ് സൈഡിൽ വരുന്നു. അവിടെ ഒരു ക്ലസ്റ്റർ തന്നെ ഉണ്ട്. അത് കുറച്ച് അധികം കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും. ലൈറ്റിന്റെ കുറെ കൺട്രോൾസ് ഇവിടെയാണ്. ഇത് രാത്രി നല്ല രസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതൊരു കോക്പിറ്റ് കയറിയിരിക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ലൈറ്റ്. പക്ഷെ അത് ഇറ്റ്സ് ഡൺ സോ വെൽ. അത് നമ്മുടെ കണ്ണിന് വലിയ ഇഷ്യൂ ഉണ്ടാകാത്ത രീതി തന്നെ ചെയ്തു ചെയ്യുന്നത്. നല്ല രസം. അത് ഈ ഓപ്പണബിൾ സൺറൂഫ് ഇല്ല. അത് ഈ മോഡലിൽ ഒന്നിനും ഇല്ല. സൺറൂഫ് ഇല്ല. അപ്പം കൊള്ളാം സംഭവം. ഈ പറഞ്ഞ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങ് ഇരിക്കും. അതുപോലത്തെ ഒരു സാധനമാണ്. നമ്മൾ ഇതിന്റെ സീറ്റിന്റെ കംഫർട്ട് തന്നെ തോന്നുന്നത്. മസാജ് ഫംഗ്ഷൻ ഉണ്ട്. അത് കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അത് 4 ഉണ്ട്. ഒരു മസാജിന് 2 ലക്ഷം രൂപ വെച്ച് 4 ആണല്ലോ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ കോൺഫിഗർ ചെയ്യുന്നതിന് എക്സിക്യൂട്ടീവിന് എന്ത് സന്തോഷമായിരിക്കും ആലോചന. ഓരോന്നകത്ത് ഇങ്ങനെ കൂട്ടിക്കൂടി വരുന്നു അല്ലേ? അങ്ങനെ ഞാൻ പറയും ഇതൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് വരണം. അവരുടെ സന്തോഷം വന്നു. പക്ഷേ എന്നാലും അവർ നമ്മുടെ അപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന വാഹനപ്രേമിയായ വേണു ഗോപാലകൃഷ്ണൻ്റെ പുതിയ 2 വാഹനങ്ങളുടെ വിശേഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ബെൻസിൻ്റെ G63 AMG, മറ്റൊന്ന് റോൾസ് റോയ്സ് ഗോസ്റ്റിൻ്റെ ബ്ലാക്ക് ബാഡ്ജ് സീരീസ് 2. ഈ 2 വാഹനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ തീരുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വിശദമായി നമുക്ക് വീണ്ടും ഈ വാഹനങ്ങൾ ഒന്നുകൂടി കാണാം. അപ്പോൾ വീഡിയോ ഉണ്ടല്ലാതെ നന്ദി. ബൈ.